Asylum Learning Shweta Masana. അപ്പോൾ അടിപൊളിയായിട്ട് മക്കൾ എല്ലാവരും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ടൈം ടേബിൾ ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ ആയിട്ട് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും അതിൽ നിന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് മിസ് പറഞ്ഞുതരാൻ പോകുന്നത് നേരമായി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് നോക്കാം അല്ലേ. മക്കളെ ഇവിടെ നമുക്ക് ക്ലോക്ക് തന്നിട്ടുണ്ട്, ക്ലോക്കിൽ സമയവും തന്നിട്ടുണ്ട്. ഇത് എത്ര മണിക്കൂറാണ്, എത്ര മിനിറ്റ് ആണ്, എത്ര സെക്കൻഡ്സ് ആണ് നമുക്ക് ഈ ക്ലോക്കിൽ തന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോക്കിന്റെ മണിക്കൂർ സൂചി ഇതാണ്. പിന്നെ വലിയ സൂചി എന്ന് പറയുന്നത് മിനിറ്റിന്റെ സൂചിയാണ്. ഈ സൂചി എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡിന്റെ സൂചിയാണ് അല്ലെ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്ലോക്കിലെ കാര്യമൊക്കെ. സമയത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിലെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നമുക്ക് നോക്കാം. ഹവർ എത്ര ഹാസ് ആണ് എന്നാണ് നമ്മളോട് ആദ്യം ചോദിച്ചത്. അപ്പൊ മക്കൾ ഏതാ നോക്കിക്കേ, 5ന്റെയും 6ന്റെയും ഇടയിലാണ് മണിക്കൂറിന്റെ സൂചി. അപ്പൊ നമ്മൾ എന്താ എഴുതുക, നമ്മള് 5 hours എന്ന് എഴുതും അല്ലേ. 5 മണിയാണെന്ന് എഴുതും. അതേപോലെ നമ്മുടെ മിനിറ്റിന്റെ സൂചി നിങ്ങൾ നോക്കിക്കേ, 9 കഴിഞ്ഞിട്ട് ഇവിടെ 1 2 9 കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ വരയിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ വരെ 45 ആണ്, ഇത് 46 47. അപ്പൊ എത്രയാടാ, 47 മിനിറ്റും 47 മിനിറ്റ്സും. അതേപോലെ എത്ര സെക്കൻഡുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഇവിടെ വരെ 5 ആണല്ലേ, ഇവിടെ 6 ഇവിടെ 7 7 സെക്കൻഡ്സും എന്ന് കിട്ടും. അപ്പൊ 5 മണിക്കൂറും 47 മിനിറ്റും 7 സെക്കൻഡും എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഹവർ കാണുമ്പോൾ 2 സംഖ്യകളുടെ ഇടയിലാണ് നമ്മുടെ ഒരു ഹവറിന്റെ സൂചിയെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും നമ്മുടെ ആ ഒരു ഹവർ സൂചിപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇതേപോലെ ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. നിങ്ങൾക്ക് ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് തരികയാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഹവർ സൂചി 8ന്റെയും 9ന്റെയും ഇടയിലാണ്. മണിക്കൂറുകളുടെ സൂചി 8ന്റെയും 9ന്റെയും ഇടയിൽ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ എന്താണ് എഴുതുക, നമ്മുടെ ഹവർ 8 hours അഥവാ 8 മണിയാണെന്ന് എഴുതും അല്ലേ. പിന്നെ എന്താണ് നമുക്ക് എഴുതേണ്ടത്, ഈ ഒരു നമ്മുടെ മിനിറ്റിന്റെ സൂചി നിങ്ങൾ നോക്കിക്കേ, നേരെ 5ന്റെ നേരെയല്ലേ. അപ്പൊ നമ്മൾ എന്താ എഴുതുക, ഇവിടെയാണ് നമ്മൾ 5, ഇവിടെ 10, ഇവിടെ 15, ഇവിടെ 20, ഇവിടെയാണ് നമ്മൾ എന്താ എഴുതുക, നമ്മൾ 25 അഥവാ 25 മിനിറ്റ് എന്ന് നമ്മൾ എഴുതും അല്ലെ. 25 മിനിറ്റ് നമ്മൾ എഴുതും. അതേപോലെ സെക്കൻഡിന്റെ സൂചി നിങ്ങൾ നോക്കിക്കേ, സെക്കൻഡിന്റെ സൂചി 12 എത്തിയിട്ടില്ല, 12ന് തൊട്ട് മുന്നേ അല്ലേ, 12ന് തൊട്ട് മുന്നേ. അതിന് നമ്മൾ എന്താ എഴുതുക, നമ്മള് 59 എന്ന് എഴുതും അല്ലെ. 59 സെക്കൻഡ്സ് എന്ന് നമ്മൾ എഴുതും. അതെങ്ങനെയാ 59 എന്നത്, ഇവിടെ വരെ 25, ഇവിടെ 30 35, ഇവിടെ 40 45 50 55, പിന്നെ നമുക്ക് എന്ത് വരും, 00 എന്ന് വരും അല്ലേ. അപ്പൊ ഇവിടെ 55 കഴിഞ്ഞിട്ട് 56 57 58 59 59ന്റെ നേരെയാണ് നമ്മുടെ സെക്കൻഡ് സൂചി വന്നിട്ടുള്ളത്. എത്രയായിടാ, 8 hours 25 minutes and 59 seconds എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അതേപോലെ ഇവിടെ നമുക്ക് തിരിച്ച് ചോദിച്ചിരിക്കുകയാണ്. തിരിച്ച് നമ്മളോട് ചോദിച്ചത് 4 മണിക്കൂർ 28 മിനിറ്റും 44 സെക്കൻഡും. ഇത് നമ്മളോട് വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് വരച്ച് കാണിക്കാനാണ് ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. 4 hours 28 minutes, ഏകദേശം 4:30 എന്ന് പറയും അല്ലേ. അപ്പോ നമ്മുടെ മണിക്കൂർ സൂചി എവിടെ വരടാ, 4ന്റെയും 5ന്റെയും ഇടയിലായിട്ട് നമ്മൾ മണിക്കൂർ സൂചി വരയ്ക്കും. 28 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 30, അപ്പൊ ഇവിടെ എത്രയായിരിക്കും, ഇവിടെ 29 ഇവിടെ 28 അല്ലേ. അപ്പൊ ഇതിന്റെ നേരെയാണ് നമ്മുടെ മിനിറ്റിന്റെ സൂചി വരിക. 28ന്റെ നേരെ നമ്മുടെ മിനിറ്റിന്റെ സൂചി. ഇനി 44 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ 45. അപ്പൊ 44 ഇതാ ഇവിടെ വരൂലേ, ഇതാ ഇങ്ങോട്ടേക്ക് നമ്മുടെ 44 സെക്കൻഡ് ആയിട്ട് എന്ത് വരും, നമ്മുടെ സെക്കൻഡുകളുടെ സൂചി 44ലേക്കും പോകും. ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പൊ ഇതേപോലെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഇത് വരച്ചു നോക്കുക. 1 hour 45 minutes and 40 seconds. ഇത് എങ്ങനെയാണ് ഈ ഒരു ക്ലോക്കിൽ വരയ്ക്കുക എന്നുള്ള കാര്യം നല്ല പോലെ സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് എൻ്റെ മക്കളെ ചെയ്ത് നോക്കുക.
അപ്പൊ മിസ് ഒരു കുഞ്ഞു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാം വരാൻ പോവാണ്. ക്രിസ്മസ് എക്സാം മാത്രമല്ല, മെയിനായിട്ട് നമ്മുടെ ആനുവൽ എക്സാം ആണ്. അത് കഴിഞ്ഞാൽ അതിന് മുന്നേ നിങ്ങൾക്ക് എന്തുണ്ടാകും, നിങ്ങളുടെ LSS എക്സാം ഉണ്ടോ അല്ലേ? പിന്നെ നേരത്തെ നിങ്ങൾക്ക് എക്സാം ആണ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടന്നെ നമ്മുടെ LSS ആയിരിക്കും. LSS കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആനുവൽ എക്സാം ആയിരിക്കും. അപ്പൊ മൊത്തത്തിൽ ഒരു എക്സാം മയമാണ് ഈ ഒരു സമയം എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നത് ഫുൾ എക്സാം ടൈമാണ്. അപ്പൊ പഠിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു ടൈം. ഈ ഒരു പോയിന്റിൽ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ എക്സാമിന് നമുക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. അപ്പോൾ മക്കളെ, നമ്മുടെ റിവിഷൻ ബാച്ചസ് ഒക്കെ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അടിപൊളിയായിട്ട് ഓഫറും തന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബാച്ചിൽ. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് അതൊക്കെ കിട്ടുമോ അല്ലേ? അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവും. കാരണം ആനുവൽ എക്സാമിന് നമുക്ക് ആദ്യം മുതലേ പഠിക്കേണ്ടതെന്നുള്ള ഡൗട്ടുകളായിരിക്കും കുറേ പേർക്ക് ഉണ്ടാവുക. മക്കളെ, ആദ്യം മുതലേ ഉള്ള എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ് എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബാച്ചിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മാത്രമല്ല പാറ്റേൺ ഒക്കെ മാറിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ മാറിയതാണ് ഈ ഒരു കൊല്ലം എന്ന് പറയുന്നത്. വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കാണ്ട് അടിപൊളിയാക്കിയിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാണ ബാച്ച് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വേഗം നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 9954000800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ബാച്ചാണ്. വീണ്ടും പറയുകയാണ്, എത്രയും വേഗം തന്നെ നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും അടുത്തൊരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വരുന്നതായിരിക്കും. മക്കൾ ആരും ഇതൊന്നും മിസ് ചെയ്യരുത്. എല്ലാ വീഡിയോസും തുടർച്ചയായിട്ട് കാണാം. അപ്പോൾ യെസ്, താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.